ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടാണോ, ഞാൻ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ ഒരു പദവിയായിട്ടാണോ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നത്? എൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് ക്രിസ്തു എന്ന് പറയുന്നത് ഒരേ സമയം, യേശുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവത്വമുള്ള ഒരു ദൈവം അയച്ചിരിക്കുന്ന ഒരു സ്ഥാനമെന്നല്ല. സ്ഥാനം നേരത്തെ പറഞ്ഞില്ല, സ്ഥാനഭ്രംശം ഉണ്ടാവും. പക്ഷെ ഈ സ്ഥാനത്തിന് ഭ്രംശമില്ല. കാരണം അതിന് ജീവാരംഭവും ഇല്ല, ജീവാവസാനവും ഇല്ല. അപ്പോൾ ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്ന് പറയുന്ന അത് യേശു ക്രിസ്തുവിലൂടെ യഹോവ തന്നെ രക്ഷകൻ, ആ അനുഭവത്തിൽ നിന്ന് വരുന്നവൻ തന്നെ അഭിഷിക്തൻ എന്ന് വെച്ചാൽ ആ ഒരു വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ദൈവത്തെ പോലെ, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പാത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അല്ലാതെ ക്രിസ്തു എന്ന് പറയുന്നത് ഒരാൾക്ക് കൊടുത്ത ഒരു പട്ടമല്ല. ക്രിസ്തു ഒരിക്കലും ഒരു പട്ടമല്ല, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കൊടുത്തതല്ല. യേശു ഭൂമിയിൽ വന്നതുകൊണ്ട് ഓക്കെ യു ആർ ക്രൈസ്റ്റ്, നോ. ഭൂമി വന്നതുകൊണ്ട് ക്രിസ്തു ആയതല്ല യേശു ക്രിസ്തു. ഓക്കെ, ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. അതായത് പഴയ നിയമം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് മശിഹ എന്ന് പറയുന്നൊരു വാക്കാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴാണ് അതിന് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു എന്നുള്ള നാമത്തിൽ മാറ്റിയത്. അപ്പോൾ അതിന് 1-2 റെഫറൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40-ലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ മശിഹ എന്ന് പറഞ്ഞ് പഴയ നിയമത്തിനകത്ത് ജനങ്ങൾ കാത്തിരുന്ന ആ ഒരു രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ, ആ വ്യക്തി ഇപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ ഒരു പേരിനകത്ത്. അപ്പം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ആ പഴയ നിയമം പ്രതിപാദിച്ചിരിക്കുന്ന ആ മശിഹയെ, ആ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് യോഹന്നാൻ സുവിശേഷം 1:40 പറയുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാർ യേശുവിനെ മുമ്പേ കണ്ടിട്ടുണ്ടാകും. കാരണം ചെറിയൊരു നമ്മളൊരു തിരുവനന്തപുരത്തിൻ്റെ സർക്കിളിൻ്റെ അത്രയുള്ളൊരു സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ ദേവാലയമേ ഉള്ളൂ. അപ്പോൾ ആ ദേവാലയത്തിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ 30 വയസ്സ് വരെയുള്ള ജീസസിനെ അവർ കണ്ടിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ആൾക്കാർ അഭിസംബോധന ചെയ്തിരുന്ന പേരും യേശു എന്ന് തന്നെയാണ്. കാരണം മറിയയുടെ അടുത്ത് ദൂതൻ വന്ന് പറഞ്ഞതും യേശു എന്ന് പേരിടണമെന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് യേശു, നസ്രായത്തിൽ നിന്നുള്ള യേശു. അതെ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം യേശു 30-ാമത്തെ വയസ്സിൽ അഭിഷേകമൊക്കെ കിട്ടി അദ്ദേഹത്തിൻ്റെ പരസ്യ ശുശ്രൂഷയൊക്കെ തുടങ്ങുന്ന കാലത്താണ് ശിഷ്യന്മാരെ തന്നിലേക്ക് വിളിച്ചിട്ട് ഒരുമിച്ച് നിന്ന് ശുശ്രൂഷ തുടങ്ങുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ, എത്ര നാളെന്നൊന്നും പറഞ്ഞിട്ടില്ല, കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ജീസസ് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പം ജനങ്ങൾ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കാൻ കാരണം എല്ലാവരും പറഞ്ഞിരുന്നത് ഇവൻ ദുരാത്മാവ് ഓടിച്ചവനാണ്, പിശാചിൻ്റെ തലവനെ വെച്ചവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഇവൻ പിന്നെ ദൈവം നിന്ന് പറയുന്നവനാണ്. ഇങ്ങനെ പലരും നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ജീസസിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ കുറച്ച് നാളുകളുണ്ട്, മേ ബി ചിലപ്പോൾ കുറച്ച് വർഷങ്ങളുകളുണ്ട്. അപ്പോൾ ജനങ്ങളിപ്പോൾ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജീസസിൻ്റെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കണ്ടിട്ട് ജനങ്ങളുടെ ഒപ്പീനിയനിൽ ചെറിയൊരു മാറ്റം വന്നു. പ്രവാചകനെന്ന് പറയുന്നു, ഏലിയാവിൻ്റെ ആത്മാവിദ്യാന്ന് പറഞ്ഞു, അങ്ങനെ പല രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോഴേ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോഴാണ് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ അതൊരു വെളിപ്പാടാണ്. അത് മാനുഷിക ബുദ്ധിയിൽ നിന്നോ അല്ലെങ്കിൽ ചിന്തിച്ചെടുത്തോ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ എടുത്തിരിക്കുന്ന ഒരു നോളജല്ല, ഇതൊരു റെവലേഷനായിട്ട് കിട്ടിയതെന്നാണ് ജീസസിൻ്റെ പ്രതികരണം. അത് അങ്ങനെ ഒരു കാര്യമാണ് എങ്കിൽ, അതൊരു വെളിപ്പാടായിട്ട് കിട്ടിയ ഒരു ദൈവികമായ ഒരു വെളിപ്പെടുത്തലായിട്ട് കിട്ടിയ കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ പൗലോസ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹം ദൈവിക ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെ ഒരു വെളിപാട് പറഞ്ഞു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:26-27 പറഞ്ഞിങ്ങനെയാണ്. ഇത് പൗലോസിൻ്റെ റെവലേഷനാണ്. ഇത് യേശുവിൽ നിന്ന് കേട്ടതോ അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ടതൊന്നുമല്ല, അദ്ദേഹം പ്രാപിച്ച റെവലേഷനാണ്. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. എന്നിട്ട് പറയുക, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു അഭിഷേകം ലഭിച്ച ഒരു മനുഷ്യന്, നമ്മുടെ മറ്റേ കോണ്ടസ്റ്റിൽ പറയുകയാണെങ്കിൽ, എൻ്റെ അകത്ത് കയറാൻ പറ്റില്ല.
നിങ്ങളുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പറ്റില്ല. ഒരിക്കലും ജെയ്സൺ എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു മർമ്മം, അത് ശരിക്കും ഒരു മർമ്മം എന്നാണ് പറയുന്നത്. ഒരു വലിയ ദൈവികമായിട്ടുള്ള ഒരു പ്രീഷ്യസ് ആയ ഒരു സാധനം എന്നാണ് പറയുന്നത്. സോ ആ ക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ ഇസ് സംതിങ് എൽസ്. ഒരിക്കലും ഒരു വ്യക്തിക്ക് നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇത് പൗലൂസിൻ്റെ വെളിപ്പെടുത്തലായതുകൊണ്ട് പൗലൂസ് പിന്നെ പറയുവാണ്, മറ്റൊരു സ്ഥലത്ത് പറയുവാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ക്രിസ്തുവിനെ ഉരുവാക്കാൻ തക്കവണ്ണമുള്ള ഒരു റെവലേഷൻ പൗലൂസിന് കിട്ടി. പത്രോസ് പറഞ്ഞ റെവലേഷനും ഇപ്പോൾ പൗലൂസ് പറയുന്ന റെവലേഷനും ആ ആത്മാവിനാൽ സംസാരിക്കുന്നതാണെങ്കിൽ സത്യമാണ്. അപ്പോൾ ക്രിസ്തുവിനെ ഒരു വ്യക്തിയിൽ ഉരുവാക്കാൻ പറ്റുമെന്ന് പൗലൂസ് പറയുന്നു എന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ലേ? അത് ഞാൻ ഒരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്തയാണ്. പൗലോസ് ശൗലായിരുന്ന സമയത്ത് അറിയാമല്ലോ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിന് എതിർപ്പെട്ട ആ ഒരു അനുഭവത്തിൽ പൗലോസിനെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ? ആ ഒരു അനുഭവത്തിൽ പൗലോസ് പിന്നീട് അവകാശം പറയുന്നുണ്ട്, ഞാൻ യേശുവിനെ കണ്ടിരിക്കുന്നു, മറ്റു അപ്പോസ്തലന്മാരെ പോലെ ഞാൻ യേശുവിനെ കണ്ടിരിക്കുന്നു, യേശു എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. യേശു ആരുടെ അടുത്ത് വന്ന് പറഞ്ഞു? നമ്മുടെ അനന്യാസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ അവനെ പോയി സൗഖ്യമാക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് ഒരനുഭവം, അത് മാറ്റിവെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവത്തിലോട് ഞാൻ വീണ്ടും വരാം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയാണ്. നോക്കുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ല. കാരണം അതായത് യേശു 30 വയസ്സ് കഴിഞ്ഞാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അഭിഷേകം കിട്ടി വരുന്നത്. നോ, അതല്ല. യേശു ജന്മനാ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ആളാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായ ഒരു ജന്മമാണ് യേശുവിൻ്റെത്. നിങ്ങളുടേതോ? എൻ്റെതോ? എൻ്റെത് എൻ്റെ മാതാപിതാക്കളാൽ ജന്മപ്പെട്ടതാ ഞാൻ. വരും. അതാ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വരട്ടെ. ഞാനെന്ന് പറഞ്ഞാൽ ജെയ്സൺ ഉണ്ടായത് ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ആ ഇഷ്ടപ്രകാരം ജനിച്ചതാണ്. നമ്മളെല്ലാം എല്ലാ മനുഷ്യരും അങ്ങനെ ജനിച്ചതാണ്. അപ്പൊ പിന്നെ യോഹന്നാൻ 1:12 മാറ്റി പറയേണ്ടി വരും. ഏതാ പറ? യോഹന്നാൻ 1:12 എന്താ പറയുന്നത്? വായിക്കട്ടെ, അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ വായിക്കാം, അല്ലെങ്കിൽ പിന്നെ അത് മനോജ് വായിച്ച് പറഞ്ഞു ഞാൻ അതുപോലെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-13 പറയുന്നത് എങ്ങനെയാണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല, ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കാൻ അവനെ കൈക്കൊള്ളണമെങ്കിൽ എനിക്കൊരറിവ് വേണം, അല്ലേ? ഒരു ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് അറിവില്ല, ജനിച്ച് കഴിഞ്ഞ് എനിക്ക് അറിവില്ല. എൻ്റെ അറിവില്ലായ്മ പ്രായങ്ങൾ ഒരുപാടുണ്ട്. ഈ പ്രായത്തിലും എനിക്ക് പല അറിവുകേടുകളും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ അറിവ് പ്രാപിച്ചവരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് വിശ്വസിക്കുന്നത്. അറിവ് പ്രാപിച്ചവർക്ക് മാത്രം, അറിവുള്ളവർക്ക് മാത്രം വിശ്വസിക്കാൻ കഴിയുള്ളൂ. എന്നുവെച്ചാൽ മനസ്സിലാക്കാൻ തിരിച്ചറിവ്, തൊട്ടറിവ്, ഇതൊക്കെ പറയുന്ന പോലെ മണത്തറിയുന്നു. അങ്ങനെയുള്ള അനുഭവിക്കാൻ കഴിവും പ്രാപ്തിയും നമ്മളൊരു അപ്പനെയും അമ്മയും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. എപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നു, മോനെ അമ്മ എടുക്കട്ടെ, അമ്മ കഴിക്കാൻ തരട്ടെ. അങ്ങനെ മനസ്സിലായി അതെൻ്റെ അമ്മ പറഞ്ഞു, ഇതാ നിൻ്റെ അപ്പൻ. അപ്പം മോൻ അപ്പ അടുത്ത് വാ. അങ്ങനെ കൊച്ചു മനസ്സിലായി ഇതെൻ്റെ അപ്പൻ. അല്ലാതെ കൊച്ചു ജനിച്ച ഉടനെ ഞാൻ എൻ്റെ അപ്പനെ കാണട്ടെ, കണ്ണു തുറന്നപ്പോൾ അപ്പനെ കണ്ടില്ല, അമ്മയെ കാണട്ടെ, അമ്മയെ കണ്ടില്ല, അങ്ങനെ കാണില്ല. നമ്മളെ പരിചയപ്പെടുത്തി തരികയാണ്. അതുപോലെ മാതാ, പിതാ, ഗുരു, ദൈവം, ഇവരെയൊക്കെ പരിചയപ്പെടുത്തി നമുക്ക് തരികയാണ്. അല്ലാതെ ഈ ലോകത്ത് ആരും നമ്മളെ പരിചയപ്പെടുത്തുന്നില്ല. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും പരിമിതികളുണ്ട്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, നിന്നാൽ സ്നാനമേൽക്കേണ്ടവനാണ് ഞാൻ. കാരണം യോഹന്നാൻ പലരെയും സ്നാനപ്പെടുന്ന ഒരാളാണ്. അപ്പം യോഹന്നാന്റെ കൈകളിൽ തന്നെയാണ് യേശു സ്നാനപ്പെട്ടത്. അപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, ഇത് ഡ്യൂട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ പൗലോസ് പറഞ്ഞാലും പത്രോസ് പറഞ്ഞാലും ഇത് അവർക്ക് കിട്ടിയ ഒരു അറിവാണ് ആദ്യം അവരുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടത്. ആ അറിവ് അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഒരു പ്രസംഗി എന്നുള്ള ഒരു വിധത്തിൽ ഏതൊരു പ്രസംഗകൻ്റെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഈ ഒരു അറിവ് ജനിപ്പിക്കുക. ജ്ഞാനം, സദൃശവാക്യങ്ങൾ പറയുന്നത് ധനം സമ്പാദിക്കുന്നതിനേക്കാൾ ജ്ഞാനം സമ്പാദിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞ പോലെ ആ ഒരു അറിവ് ജനങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്
തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാവുമല്ലോ എന്നുള്ള കൺസെപ്റ്റാണ് എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നത്. പക്ഷേ ഇതിനു വേണ്ടിയല്ല ദൈവം ഉൽപ്പത്തിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കാൻ, കാരണം പാപത്തിൽ വീഴുന്നതിന് മുമ്പ് ദൈവവും മനുഷ്യനും തമ്മിൽ നല്ലൊരു സംസർഗമുണ്ട്. മനസ്സിലായോ? ദൈവത്തിൻ്റെ മകനാണ് ആദാം എന്ന് പറയത്തക്ക വണ്ണം അവനും ദൈവവുമായിട്ട് ഒരു സംസർഗം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ആദാം നിർമ്മിക്കപ്പെട്ടത് ഒരു മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമല്ല, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഹവ്വ സൃഷ്ടിക്കപ്പെട്ടതും ഒരു മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമല്ല, അത് ദൈവം നൽകിയതാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണை ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ് ദൈവം നൽകിയതാണ് ഇവരെ രണ്ടുപേരെ. ചുരുക്കി പറഞ്ഞാൽ ഞാനും നിങ്ങൾ ഉണ്ടായതും മനുഷ്യൻ്റെയാണ്. ആര് പറഞ്ഞു ഈ വാക്യം? പിന്നെ അല്ല, ഈ വാക്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് അവനെ കൈക്കൊള്ളണമെങ്കിൽ ഒരു പാളെ കിടക്കുന്ന കുഞ്ഞിന് കൈക്കൊള്ളാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞിന് എഴുന്നേറ്റ് നിന്ന് യേശുവാണ് രക്ഷകൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് പറയണമെങ്കിൽ ആ കുഞ്ഞ് വളർന്ന് പല സാഹചര്യങ്ങളുടെ മുമ്പോട്ട് പോയി 5-ാം വയസ്സിൽ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നവരുണ്ട്. അതേ സമയം ഇന്ന് ബൈബിൾ പോലും കയ്യിലെടുക്കാത്ത ആൾക്കാരും ഉണ്ട്, ഇല്ലേ? നമ്മളൊരു 5 വർഷം ശുശ്രൂഷ ചെയ്തെന്ന് പറഞ്ഞു. നമ്മൾ പല കാര്യം മനസ്സിലായപ്പോൾ പലരും എതിർക്കാൻ നമുക്ക് തോന്നി. എനിക്ക് എതിർക്കാൻ തോന്നുന്നില്ല ആരെയും. കാരണം ഞാനിപ്പോൾ വന്നതുപോലും ഞങ്ങളെ എതിർക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ആശയം ഞാനത് അറിയിക്കാൻ വന്നതാണ്. ഞാൻ ഒരിക്കലും ദൈവം ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യത്തില്ല. കാരണം ഒരു മനുഷ്യൻ ഇപ്പോൾ ഏദനിൽ ഒരു വൃക്ഷം നടുവിൽ നട്ടു, നന്മ തിന്മകളെ തിരിച്ചറിയാൻ. ദൈവത്തിന് വേണമെങ്കിൽ അത് നടാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യനെടുക്കാൻ അവനെ തുടരുത് എന്ന് പറയാമായിരുന്നു. പറഞ്ഞില്ല. ദൈവം എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഞാനും ചെയ്യുന്നു. ഞാൻ ആരെയും എതിർക്കാൻ വന്നതല്ല. എൻ്റെ ഉള്ളിലെ സത്യം ഞാനത് അറിയിച്ചിട്ട് ഞാൻ പോകും. അല്ലാതെ ഇപ്പം നമ്മൾ ഇത് തിരിഞ്ഞില്ല എന്ന് അല്ല. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ജെയ്സൺ മനസ്സിലാക്കിയ സത്യം പറഞ്ഞിട്ട് പോകും. ഓക്കെ. പക്ഷേ അതിനകത്ത് ദൈവം ജെയ്സന് മറ്റൊരു കാര്യം ബോധ്യപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യും? എനിക്ക് അതല്ലേ എൻ്റെ അനുഭവത്തിലൂടെ ഞാനിത് മനസ്സിലാക്കും. അല്ലാതെ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇത് വേറൊരു വലിയൊരു വിഷയമാണ്. ഞാനിപ്പോൾ പറയാൻ പോയ ഈ ചാനൽ കാണുന്നവർ വരെ എതിർക്കുന്ന വലിയൊരു പ്രോജക്റ്റ് എൻ്റെ പിന്നിലുണ്ട്. അത് ഞാൻ ഇതുവരെ അതിന് തുടക്കം ഇട്ടിട്ടില്ല. കാരണം നമ്മൾ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സത്യവേദ പുസ്തകം, അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മളത് ശരിക്കിരുന്ന് പഠിച്ച് ധ്യാനിച്ച് ഇരുന്ന് നോക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് പല ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ പലരും പിടിച്ചു വെച്ചിരിക്കുന്ന പല സത്യങ്ങളും അതിൽ നിന്നുള്ളതാണ്. അതിൽ എഴുതാൻ കഴിയാത്തതും പോയ ഒരുപാട് വിഷയങ്ങൾ പിന്നിൽ നടന്നിട്ടുണ്ട്. മനസ്സിലായോ? അത് നമ്മൾ പലരും വിചാരിക്കും പലരും എഴുതിയ പുസ്തകങ്ങളാണെന്ന്. അങ്ങനെ പലരും എഴുതിയ പുസ്തകങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് വന്നില്ല? മനസ്സിലായോ? നമ്മൾ ചിന്തിക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, യേശു ചെയ്ത് ഇതിലും ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഇത് എഴുതാൻ പോയാൽ ആ എഴുതിയ പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ ലോകത്തിലും പറ്റത്തില്ല. ആ എഴുതാൻ പറ്റുന്ന പുസ്തകങ്ങൾ ലോകത്തൊരിടത്തും ഇല്ല. ഇതാ പറയുന്നത്. ഇനി വെളിപ്പാട് പുസ്തകത്തിന് അവസാനം പറഞ്ഞു ഈ പ്രവചന ഗ്രന്ഥത്തിൽ എന്ന് വെച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൽ പ്രവചന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് കുറയ്ക്കാനോ കൂട്ടാനോ അനുവാദമില്ല. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചെറിയ ഒരു ടാബ്ലറ്റ് ഇത് വായിച്ചാൽ രക്ഷപ്പെടും. എന്നുവെച്ചാൽ ബൈബിൾ വായിച്ചാൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടും. മനസ്സിലായോ? പലരും ഞാനിത് വായിച്ച് പോയി നിരീശ്വരവാദിയാകുമെന്ന് വെച്ച് അവരത് ഒഴിവാക്കി വെച്ചു. പല നിരീശ്വരവാദികൾ ഇത് വായിച്ച് ദൈവവിശ്വാസികളുമായിട്ടുമുണ്ട്. ഇന്നും ഒരുപാട് ആൾക്കാർ വായിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ അങ്ങനെ ഇതിനെ കാണുന്നുള്ളൂ. അല്ലാതെ ബൈബിളിന് ഒരിക്കലും നമ്മളെ രക്ഷിക്കാനോ ഇത് പിടിച്ചത് കൊണ്ട് സാത്താൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുമെന്ന് നടക്കത്തില്ല. കാരണം സാത്താനും ബൈബിളിലെ മൊത്തം ഭാഗ്യങ്ങൾ അറിയാം. അങ്ങനെ ഒരാളുണ്ടോ? പിന്നെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം യേശുവിന്റെ അടുക്കൽ പരീക്ഷിക്കാൻ എത്തിയപ്പോഴത്തേന് സാത്താൻ വചനം തന്നെയാ പറഞ്ഞത്, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കാരണം ഇതിനകത്തിലെ മുഴുവൻ വാക്യങ്ങളും പിശാചിനും കാണാപ്പാടമാണ്. ഇന്ന് നെറ്റിലുണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ക്രോം 666 ക്രോമിനകത്ത് നമുക്ക് ബൈബിൾ വായിക്കാം. ബൈബിളും ഓരോ വാക്കും ഇതിന്റെ അർത്ഥം പിശാചിന് അറിയണമെന്നില്ല. മനസ്സിലായില്ലേ? ക്രോമിനകത്ത് 666 അതും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഇന്റർനെറ്റ്, AI അതുപോലെ എല്ലാ മേഖലയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈബിൾ നമുക്ക് വായിക്കാം. ബൈബിളിന്റെ അർത്ഥം ചില നമുക്ക് മുറിവാക്യങ്ങളായിരിക്കും നമുക്ക് അറിയാവുന്നത്. അത് നമ്മൾ ഇതിനകത്തൊരു ഷൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇമ്പോർട്ട്
നമുക്ക് തിരിച്ചു തരും. ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു തരും. അത് നമ്മൾ കൃത്യമായിട്ട് ബൈബിളിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യ റെഫറൻസ് ഇത് പറഞ്ഞു തരും. അപ്പോൾ ഇതെല്ലാം ഈ ലോകം മുഴുവൻ പിശാചിന്റെ അധീനതയില്ല. അപ്പോൾ ഈ ബൈബിള് നമ്മളിങ്ങനെ ഒരു കുരിശ് പിടിച്ചോണ്ടിരിക്കുന്നത് പോലെ നമ്മൾ ബൈബിൾ പിടിച്ചോണ്ടിരുന്നതുകൊണ്ടോ ഏതെങ്കിലും ഭൂതവാദം പിടിച്ചതിനെ ബൈബിൾ കൊണ്ട് അടിച്ചത് കൊണ്ടോ ഒന്നും പിശാച് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ജേസ് അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട്, അതായത് ദൈവം ആത്മാവെന്ന് ബൈബിൾ പറയുന്നു, പിശാചിന്റെ ഫോമാറ്റ് എന്താ? മനസ്സിലായില്ല ഇപ്പൊ പറഞ്ഞു. ദൈവം ആത്മാവെന്ന് ബൈബിൾ പറയുന്നു, ദൈവം ആത്മാവെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ ഒരു ബീയിങ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ആണ്. അപ്പോൾ ഈ സാത്താൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ്? ദൂതനാണ്. സ്പിരിറ്റ് ആണോ അതോ വ്യക്തിയാണോ? എന്നാൽ കാണാൻ പറ്റുമോ? ഈ പിശാച് എന്ന് പറഞ്ഞാൽ നമ്മൾ വചനത്തിലൂടെ തന്നെ നോക്കിയാൽ വീണുപോയ ദൂതനാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. വീണുപോയ അരുണോദയ പുത്രനായ ശൂക്ര. ആ അനുഭവത്തിൽ നമ്മൾ ഉണ്ടാക്കിയതല്ലേ? അല്ല, അതൊരു രാജാവിനെ കുറിച്ചാണ്. അല്ല, ഞാൻ പറയുന്നത് അത് രാജാവിനെ കുറിച്ചാണെങ്കിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇത് പറയുന്നത്, പ്രവചന പുസ്തകത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പ്രവചന പുസ്തകങ്ങളാണ്. യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു. സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ യേശു പറഞ്ഞതായിട്ട് പിന്നെ ഏതെങ്കിലും കൊട്ടേഷൻ വന്നാലേ ഉള്ളൂ. ബാക്കി കൂടുതലും മനുഷ്യൻ്റെ അഭിപ്രായമാണ്. മനസ്സിലായോ? സുവിശേഷങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ ആദ്യം മുതൽ നമ്മൾ നോക്കിയ യേശുവിൻ്റെ വംശാവലി മത്തായി വന്ന് തുടങ്ങിയാൽ യോഹന്നാനെ വന്ന് നിർത്തിയ യോഹന്നാൻ പറയുന്നത് വൈഡായി പോകുന്നു. അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം സാത്താൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ദൂതനാണ്, വീണുപോയ ദൂതനാണ്. ആ വ്യക്തിയാണ് സാത്താൻ. അപ്പോൾ ഒരിക്കൽ ജീസസ് പത്രോസിനെ നോക്കിയിട്ട് വിളിക്കുകയാണ്, എടാ സാത്താൻ നീ എന്നെ വിട്ടു പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാൻ കാരണം? അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ നിങ്ങളുടെ ഉള്ളിൽ വരിക്കുവോളം ഞാൻ പ്രസവവേദന എടുത്തുകൊണ്ടിരിക്കുന്നു. അതേ അനുഭവം തന്നെയാണ് അവിടെ. കാരണം പുള്ളിക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരിക്കലും അത് ഒരു സ്പിരിറ്റ്, അത് അനുഭവം എന്ന് വെച്ചാൽ അറിവാണ്. മനസ്സിലായോ? അയ്യോ യേശു എങ്ങാനും ക്രൂശിക്കപ്പെട്ട് പോയ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട്, രക്ഷ സാധ്യമാകുമോ എന്നുള്ള പേടി, ഈ സൗഖ്യങ്ങളൊക്കെ ഇനി ആര് കൊടുക്കും എന്നുള്ള പേടിയാണ് ഉള്ളിൽ തട്ടിയത്. അത് ശരിക്കും പറഞ്ഞാൽ അത് നെഗറ്റീവാണ്, റോങ്. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും സാത്താനാകാം. ആർക്ക് വേണമെങ്കിലും സാത്താനാകാം. സത്യം. ആർക്ക് വേണമെങ്കിലും സാത്താനാകാം. കാരണം ഈ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല, അല്ലെങ്കിൽ ഒരു ദൂതന്റെ അതിൽ നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല. പറ്റും, ഞാൻ പറഞ്ഞുതരാം. അതിന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു ദൂതന് ഇത് ഒരുക്കാൻ പറ്റുമെന്ന് ഇന്ന് സയൻസ് തെളിയിച്ചിട്ടുണ്ട്. ഐ തിങ്ക് സേത്തി അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട് ഏലിയൻസിനെ കുറിച്ചുള്ള. ഞാൻ അദ്ദേഹത്തെ കേട്ട് പറഞ്ഞല്ല, ഞാൻ നെറ്റ് സെർച്ച് ചെയ്തുള്ള തന്നെ. കാരണം വിദേശത്ത് എന്തോ അതിനെക്കുറിച്ച് എന്തോ പഠനമുണ്ട്, ഏലിയൻസിനെ പറ്റിയുള്ള പഠനം ഒക്കെ ഉണ്ടെന്ന്. ഒരു കാര്യം, ഈ നാസ നടത്തുന്ന സ്റ്റഡീസിൻ്റെ 99% ഫേക്കാണ്. കാരണം നമ്മളെ പഠിപ്പിച്ചത് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് നാസ പഠിപ്പിച്ചതാണ്. ചന്ദ്രനിൽ കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ്, അല്ലേ? പക്ഷെ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നാസ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം അന്ന് നമുക്ക് ഫോട്ടോഷോപ്പ് എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് ഫോട്ടോഷോപ്പ് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. സോ അന്ന് ഈ നമ്മുടെ ഈ റഷ്യയിൽ നിന്നൊക്കെ പബ്ലിഷ് ചെയ്തിരുന്ന ഒരു വലിയൊരു മാഗസീനുണ്ട്. പണ്ട് എൻ്റെ വീട്ടിൽ അത് വരുത്തുമായിരുന്നു. എൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. സോ അതിനകത്തെല്ലാം ഈ ഭൂമിയുടെയും സ്പേസിൻ്റെയൊക്കെ പടങ്ങൾ വരുന്നതെല്ലാം ഫോട്ടോഷോപ്പായിരുന്നു. ഇന്ന് ആ പടങ്ങൾ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും എന്തൊക്കെയാണ് അതിനകത്ത് മാനിപ്പുലേഷൻ. സോ നാസയുടെ ഈ സൈറ്റി എന്ന് പറയുന്നത് എല്ലാം മനുഷ്യരെ പറ്റിക്കാൻ അല്ല. ഞാൻ പറഞ്ഞത് ഒരു ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തെളിയിക്കാൻ വകുപ്പില്ല. ഞാൻ പറഞ്ഞത് അത് തെളിയിക്കാൻ വകുപ്പില്ല. അതുപോലെ തന്നെയാണ് യേശു പത്രോസിൻ്റെ ഉള്ളിൽ ചോദിച്ച അത് പിശാച് ആത്മാവാണോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് അത് നമുക്ക് തെളിയിക്കാൻ വകുപ്പില്ല. പത്രോസിനെ നമുക്കൊരു ഇതിനെ കൊണ്ടുവന്ന് പിശാച് ഇളക്കാൻ പറ്റത്തില്ല. കാരണം പത്രോസ് മരിച്ചു, കാലവും കഴിഞ്ഞു. പക്ഷേ ആ ഒരു അറിവ് അതിന്നും തെറ്റാണ്, അത് പൈശാചികമാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം അന്ന് യേശു ക്രൂശിതനായില്ലായിരുന്നുവെങ്കിൽ ഈ രക്ഷയുടെ അനുഭവം നമുക്ക് ലഭിക്കുകയില്ലായിരുന്നു. യേശു മരിച്ചില്ലായിരുന്നു. ഈ രണ്ട് പോയിന്റ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കട്ടെ. ഒരു വ്യക്തിക്കും സാത്താനാകാൻ പറ്റും, സാത്താൻ എന്ന് പറഞ്ഞൊരു ദൂതനുമുണ്ട്. അത് രണ്ടും പറയുവാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഒരു ദൂതന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ കാഴ്ചയെ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ ചിന്തകളെ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ അറിവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവ് പല വിധമാണ്. ഇപ്പോൾ ഒരു കൊതുക് കുത്തിയാൽ നമുക്ക് വേദനിക്കും. അതുപോലെ എല്ലാ വിധത്തിലും നമ്മുടെ അറിവ് പല വിധമാണ്. ഒരു നല്ല സുഗന്ധം വരുമ്പോൾ അതിൽ ദുർഗന്ധം വരുമ്പോൾ അങ്ങനെയുള്ള ചില കാഴ്ചകളിലൂടെ ചില ഇടപാടിലൂടെ നമ്മുടെ അറിവുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ആരാണ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ അതൊരു ദൈവാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ജെയ്സൺ ഇത് കാര്യമായിട്ട് പറഞ്ഞു. ജെയ്സന്റെ ലൈഫിനകത്ത്
നല്ല ദൂതൻ്റെയോ ഇതുപോലുള്ള മോശപ്പെട്ട ദൂതൻ്റെയോ ഇൻഫ്ലുവൻസ് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഉണ്ടായിട്ടുണ്ട്. രണ്ടും ഉണ്ടായിട്ടുണ്ടോ? രണ്ടും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊരു പിന്നൊരു അവസരത്തിൽ അത് പങ്കുവെക്കാം. ഓക്കെ, അത് തീർച്ചയായിട്ടും അറിയണം. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഈ നമ്മൾ ഈ തീവ്രവാദികളെ ഭീകരവാദികൾ ഞങ്ങളതൊക്കെ പറയും, ഇവരുടെ ഉള്ളിലെല്ലാം സ്നേഹിക്കുന്ന മനസ്സുണ്ട്. ഇവരൊക്കെ ചില അനുഭവങ്ങളിലൂടെയോ അല്ലെങ്കിൽ ചില വേദനകളിലൂടെ സാഹചര്യങ്ങളിലൂടെയൊക്കെയോ അവരങ്ങനെ ആയതാണ്. അല്ലാതെ ഈ ലോകത്താരും മൃഗങ്ങളായി ജനിക്കുന്നില്ല. മനസ്സിലായോ? ഇവർ ജനിച്ചതും നമ്മളെ പോലെയൊക്കെ തന്നെ ഇവരും ജനിച്ചത്. ചിലപ്പോൾ ഒരു അമ്മയുടെ സ്നേഹമോ ഒരു സമൂഹത്തിന്റെ സ്നേഹമോ ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവരനുഭവിച്ചത് അങ്ങനെയാണ്. അങ്ങനെ അവരായെന്നേ ഉള്ളൂ. അതായത് ഓരോ വ്യക്തിയുടെ ഉള്ളിലും ദൈവിക ഭാവമുണ്ട്, ഓരോ വ്യക്തിയുടെ ഉള്ളിലും സാത്താന്യ ഭാവം ഉണ്ടെന്നാണ് ചുരുക്കം. ദൈവിക ഭാവം എല്ലാവരുടെ ഉള്ളിലും എന്ന് വെച്ചാൽ നന്മ ചെയ്യാനുള്ള ദൈവിക ഭാവം നമുക്ക് മാറ്റുക. കാരണം ദൈവം അത് ദൈവികത ഒരു കാര്യത്തിൽ, മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യൻ എപ്പോഴും നന്മ ചെയ്യണം എന്നുള്ള ഒരു ഇഷ്ടം എല്ലാ മനുഷ്യരും ഉണ്ട്. മനസ്സിലായോ? അത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് അവനെ തെറ്റിക്കുന്നത് അവൻ്റെ സാഹചര്യങ്ങളാണ്. നമ്മൾ സാഹചര്യത്തെ നോക്കിയാൽ നമ്മൾ ദൈവഹിതത്തിലേക്ക് നമ്മൾ വരുത്തില്ല. കാരണം ഒരു ഉദാഹരണം, പത്രോസ് കടലിൻ മീതെ നടക്കാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് നടന്നു പോകാൻ, കടൽ മീതെ നടക്കുവാൻ പത്രോസ് ആഗ്രഹിച്ചു. പത്രോസ് ഇറങ്ങി. പിന്നെ പത്രോസ് നേരെ യേശുവിനെ നോക്കുന്നതിന് പകരം സാഹചര്യത്തെ നോക്കിപ്പോയി. അപ്പോൾ എന്തോ ചെയ്തു? താന്നുപോയി. ഇത് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കും 24 മണിക്കൂറുണ്ട്, ഇതിൽ എത്ര മണിക്കൂർ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കണം, എത്ര മണിക്കൂർ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം എന്നുള്ള ചിന്തയാണ് എല്ലാവരും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം ഒരു സ്വാർത്ഥനല്ല. മനസ്സിലായോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്, അവനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കൊരു ചെറിയൊരു മാനുവൽ എന്നുള്ള രീതിയിലാണ് ഒരു ബൈബിൾ വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ബൈബിൾ അരച്ച് കലയിൽ കുടിച്ച് മനപ്പാഠമാക്കി മൊത്തമായിട്ട് അങ്ങ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. ഇതൊരു ജീവിതചര്യയാണ്. മനസ്സിലായോ? അതേ ഉള്ളൂ. ഓൾഡ് ടെസ്റ്റ്മെന്റിനെ കുറിച്ചാണോ ന്യൂ ടെസ്റ്റ്മെന്റിനെ കുറിച്ചാണോ പറയുന്നത്? ഞാൻ പറഞ്ഞ ബൈബിളിനെ കുറിച്ചാണ്, മൊത്തത്തിലുള്ള ബൈബിളായിട്ടുള്ള കാര്യം. നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിച്ചാൽ നമ്മൾ ചിലത് പല വിഷയത്തിൽ കൺഫ്യൂഷനാവും. ചില രാജാക്കന്മാരുടെ പ്രവർത്തികൾ, ചില ജനങ്ങളുടെ നടപ്പ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. നമ്മൾ അവരങ്ങനെ പോയി അങ്ങനെയാണല്ലോ. അതെന്ന് പറഞ്ഞാൽ അക്ഷരീയമായി ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേലിനെ പറ്റിയാണ്. പക്ഷെ അത് മാത്രം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നാൽ ഇതിന്റെ ഒരു ബാക്ക് സൈഡ്, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അന്ന് അവർ അറിഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന്മാരോട് സംസാരിച്ചാണ്. നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്ന ന്യായപ്രമാണം മാത്രമല്ല, ന്യായപ്രമാണത്തിൽ നിന്ന് പുറമേ ദൈവത്തിന് ഇന്ന കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ ഒന്നും ഒരു മനുഷ്യൻ്റെ വാക്ക് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പഴയ നിയമ പുസ്തകത്തെ നമ്മൾ നോക്കിയാൽ ന്യായപ്രമാണവും കാണും, ദൈവത്തിൻ്റെ അരുളപ്പാടുകളും കാണും. പിന്നെ ശലോമോൻ്റെ ജ്ഞാനവും സങ്കീർത്തനത്തിൽ ജനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന ചില വാക്കുകളും മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെയാണ് അങ്ങനെയൊന്നും മനുഷ്യനെ തിരിക്കുന്ന വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കത്തില്ല. കൂടുതൽ യഹോവ അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഇതാകുന്നു എന്നുള്ള രീതിയിൽ ഒരു അരുളപ്പാട് നമുക്ക്, ഇത് നമുക്ക് ഒരു സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ ഉൽപ്പത്തി പോയിട്ട് ബാക്കിയെല്ലാം തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം, പിന്നെ പുതിയ നിയമത്തിലേക്ക് വരാം, അങ്ങനെയാണോ? അല്ല, നമുക്ക് എല്ലാം വേണം. മനസ്സിലായോ? ഉൽപ്പത്തി വേണം, ഉൽപ്പത്തി മുതൽ മലാഖി വരെയും വേണം, മത്തായി മുതൽ വെളിപ്പാട് വരെയും വേണം. ഇതെല്ലാം വേണം. ഞാൻ പറഞ്ഞത് നമുക്കിവിടെ മുമ്പ് വെച്ചിരിക്കുന്ന വെള്ളം പോലെയാണ്. ഇത് നമുക്ക് ആവശ്യം പോലെ നമുക്ക് കുടിക്കാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചേ കുടിക്കാവൂ. ഓവറായിട്ട് നമ്മൾ കുടിച്ച് പണ്ട് ദാനിയേല് ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ, പോയി വിശ്രമിച്ചാൽ. എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. മനസ്സിലായി? നമ്മൾക്ക് അറിയുന്നതിനും എല്ലാത്തിനും ലിമിറ്റുണ്ട്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്തി അതുണ്ടായിരിക്കണം. നമുക്കുള്ള ചെറിയൊരു ജീവിതമാണ്. ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് മുമ്പോട്ട് പോയാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ടോപ്പിക് വിടാം അല്ലേ? സാത്താൻ്റെ ടോപ്പിക് വിടാം തൽക്കാലം. ക്രിസ്തുവിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ എന്താ ജേസൺ പറഞ്ഞു വന്ന ക്രിസ്തുവിന്റെ കാര്യത്തെക്കുറിച്ച്? ക്രിസ്തുവിനെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞത്, ഇത് ദൈവം നമുക്ക് നൽകിയ ഒരു മാർഗമാണ് യേശു ക്രിസ്തു. മനസ്സിലായി? യേശു ക്രിസ്തു അത് ഒരാളാണ്, യേശു ക്രിസ്തു. ഇനി നമ്മൾ ചോദിച്ചു യേശു ക്രിസ്തു ജനിക്കുമോ ഉള്ളിൽ? ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുണ്ടല്ലോ, ആ അറിവും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലും, ആത്മാവിന് നമ്മുടെ ഉള്ളിൽ കടന്നു വരാം. ദൈവത്തിന്റെ ആത്മാവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വരുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ
വാഞ്ചിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു എന്നറിയണമെങ്കിൽ നമ്മുടെ ഫലങ്ങൾ കൊണ്ട്, സ്നേഹം, സന്തോഷം, സമാധാനം, ഇത് ജസ്റ്റ് ഒരു 9 ഫ്രൂട്ട്സ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അതിൽ കൂടുതൽ ഫലങ്ങളുണ്ട് പരിശുദ്ധാത്മാവിന്. നമ്മൾ പറഞ്ഞ ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണം ഇല്ലാന്നേ ഉള്ളൂ, അല്ലാതെ ഇത്രയേ ഉള്ളൂ ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ ഇത്ര സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരപര, വിശ്വാസം, സമത, ഇന്ദ്രിയ, ഇത് ഇത്രയേ ഉള്ളൂ ഫലങ്ങളെന്നാണ് എല്ലാവരുടെയും ചിന്ത. നോ, ഇതിലപ്പുറവും ഫലങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൃക്ഷമല്ല, നമ്മളെ അനുഭവിക്കുന്നവരാണ്. ഇദ്ദേഹം ഒരു ദൈവാത്മാവ് പ്രാപിച്ച വ്യക്തിയാണ്. യേശുവിനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ പണ്ടൊരു വീഡിയോ പറഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായികളെ കണ്ടപ്പോൾ അവരങ്ങനെ കളിയാക്കി വിളിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മറ്റുള്ളവരാണ് നമ്മുടെ ഫ്രൂട്ട്സിനെ കുറിച്ച് പറയേണ്ടത്. മനുഷ്യൻ ദൈവാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയെ പറ്റി. പക്ഷെ അപ്പോഴും ആ വ്യക്തി ക്രിസ്തു ആവുന്നില്ല. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, മനുഷ്യനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷ ഈ ലോകത്ത് ദൈവം നൽകിയിട്ടില്ല. മനുഷ്യരുടെ ഇടയിൽ, ഭൂമിക്ക് മുകളിൽ, ആകാശത്തിന് കീഴെ ദൈവം നൽകിയിരിക്കപ്പെട്ട ഏക മാർഗം, ഏക നാമം യേശുക്രിസ്തു മാത്രമാണ്. എന്ന് വെച്ച് യേശുക്രിസ്തുവിനെ ആരാധിക്കാനല്ല ഞാൻ പറയുന്നത്. യേശുക്രിസ്തു ഇല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ കഴിയത്തില്ല. മനസ്സിലായോ? യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ഇതുവരെ നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, നിങ്ങളത് ചോദിപ്പിൻ, പിതാവ് എന്നിൽ മഹത്വപ്പെടും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. യേശു എന്ന് അങ്ങനെ പറയാൻ പറഞ്ഞു. ഇതിപ്പോൾ ഇതിനകത്ത് ഈ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഈ ചില ഫ്രേസുകളാണ്. എൻ്റെ നാമത്തിൽ എന്ന് പറയുന്നതിനേക്കാളും ജീസസിനെ യേശു എന്ന് പറയുന്ന നാമത്തിൽ നിങ്ങൾ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത് ആവശ്യം എന്തായിരുന്നു? എൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പിതാവ് എനിക്ക് തന്നിട്ടുള്ള നാമം. അതേത് നാമമോ? പിതാവ് എനിക്ക് തന്നിട്ടുള്ള നാമം. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് അതറിയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ ആ വ്യക്തി കരച്ചിലൂടെ, നിലവിളിയിലൂടെ അദ്ദേഹം വിളിച്ചപേക്ഷിക്കും. അതിനകത്ത് നമ്മൾ യേശു എന്നുള്ള പേര് കേട്ടില്ലല്ലോ, ക്രിസ്തു എന്നുള്ള പേര് കേട്ടില്ലല്ലോ, യഹോവ എന്നുള്ള പേര് കേട്ടില്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് എഴുതിയിരിക്കുന്നവനും അത് കാണുന്നവനും മാത്രമേ ആ നാമം അറിയുള്ളൂ. പിന്നെ നമുക്ക് ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്ന നാമം യേശു ക്രിസ്തു എന്ന നാമം. മനസ്സിലായോ? കാരണം വെളിപ്പാട് പുസ്തകത്തിൽ ജയിക്കുന്നവന് ഞാൻ ഒരു നാമം കൊടുക്കും. പ്രശ്നം നമ്മളിപ്പോൾ മലയാളികൾ പറയുമ്പോഴാണ് യേശു ക്രിസ്തു എന്ന്. അതെ, ഇംഗ്ലീഷുകാർ പറയുമ്പോൾ വേറെ പേരാവും, ഹിന്ദുക്കൾ പറയാം, അല്ലെങ്കിൽ ഹിന്ദിക്കാർ പറയുമ്പോൾ അത് വേറെ പേരാവും. സോ അവിടെ നമുക്ക് ഈ പേരിനകത്ത് കൊണ്ടൊന്ന് എംഫസൈസ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ പേരും സ്ഥാനവും ഒക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷ കിട്ടത്തില്ല. നമ്മൾ ആദ്യം സിൻസിയർ ഡിസയർ, അതാ ഞാൻ പറഞ്ഞത്, സോൾ സിൻസിയർ ഡിസയർ, പ്രയർ, ആത്മാവിൻ്റെ കളങ്കമില്ലാത്ത വാഞ്ച, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ?